വാ തുറന്നാൽ നാഴികയ്ക്ക് 40 വട്ടം 450 കള്ളം പറയുന്ന ഈ മനുഷ്യനെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരെല്ലാം 3G. അപ്പൊ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടായിരിക്കുന്നതല്ല എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വാ തുറക്കുന്ന രണ്ട് കാര്യത്തിനാ. ഒന്ന് ആഹാരം കഴിക്കാനും, മറ്റൊന്ന് കള്ളം പറയാനും. നമ്മളൊക്കെ കണ്ടതാണ്. 30 സെക്കൻഡ് കൊണ്ട് പുനർജനി പദ്ധതിയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ 300 വീട് വെച്ചു കൊടുത്തെന്ന്. അതായത് വളിയല്ലേ, വളിയറിയോ? വിട്ട വളി ആർക്കും കാണാൻ പറ്റൂല. അതേപോലെയാണ് മൂപ്പര് വെച്ചു കൊടുത്ത വീട്. ഇതുവരെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ മനുഷ്യനെയൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്ത കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ, സ്ത്രീ സഹോദരിമാര് നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. കിട്ടൂല നിങ്ങൾക്ക്. മനസ്സിലായ? അതാണ് പറയുന്നത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഇടതുപക്ഷം പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് വാഗ്ദാനമായിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു മാറ്റം വേണം. കണ്ടില്ലേ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യത്തെ മാറ്റം ഇതാ കണ്ടില്ലേ, KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉണ്ടാവൂല. പിങ്ക് ബസ്സിലോ ചുവപ്പ് ബസ്സിലോ ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നടക്കൂല മക്കളെ, അതൊന്നും നടക്കൂല. കേരളത്തിൽ അരി ആഹാരം തിന്നുന്ന എല്ലാവർക്കും അറിയാം ഇത് നടക്കൂല. അപ്പൊ കള്ളം പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. ബസ്സുകൾ കയറി ഇറങ്ങിയൊക്കെയാ പറഞ്ഞത്. എന്തോന്ന് ഇന്ദിരയുടെ 5 ഗ്യാരണ്ടി, ഇന്ദിരാഗാന്ധിയുടെ 5 കരണ്ടി എന്നാ പറഞ്ഞത്. വെള്ളിക്കരണ്ടി, സ്വർണ്ണക്കരണ്ടി, പിച്ചളക്കരണ്ടി, ചെമ്പ് കരണ്ടി, പിന്നെ ഇതാ കിടക്കണ് ടാറട്ട കരണ്ടി. കഴിഞ്ഞില്ലേ കരണ്ടി? ഭരണത്തിൽ കയറി ഇതാ തുടങ്ങി ഉടായ്പ്. കൊടുക്കാൻ പറ്റൂല. ഇത് നമ്മൾ നിങ്ങളെ കുറ്റം പറയുന്നതൊന്നുമല്ല, ഇത് നടക്കൂല. അതുകൊണ്ട് തന്നെ നടക്കാത്ത പ്രഖ്യാപനങ്ങൾ ഒരിക്കലും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കൂല. ഒരു വാഗ്ദാനമായിട്ട് പറഞ്ഞത് ആശാ വർക്കർമാർക്ക് ഭരണത്തിൽ കയറി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ 21,000 രൂപ ആക്കുമെന്നാണ് പറഞ്ഞത്. ഓണിറ്റേറിയം എവിടെ 21,000 രൂപ? 9,000 രൂപ വരെ പിണറായി സർക്കാർ കൊടുത്ത് അതിൻ്റെ കൂടെ 3,000 രൂപ നിങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പെൻഷൻ 3,000 രൂപ നിങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എവിടെ 3,000 രൂപ? 2,000 രൂപയാണ് കൊടുക്കുന്നത്. അത് എത്ര നാൾ ഉണ്ടാവുമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. മറ്റേ നമ്മളെ കറുത്ത കൈകൾ നമ്മളെ അന്തപ്പം പറഞ്ഞത് ജനബലിയ പ്രഖ്യാപനങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുതെന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഊമ്പാസ്യ കൊണാസ്യ. 5 വർഷം ജനങ്ങളെ ഊമ്പിക്കും മൂഞ്ചിക്കും പോവും. കക്കുക, നക്കുക, മുക്കുക, അത് മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായ? പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടാവും. ഇന്ന പ്രഖ്യാപനങ്ങൾ, അന്ന പ്രഖ്യാപനങ്ങൾ, ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ. ആരും അത് കേട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല. അല്ലാണ്ട് എന്തോ പറയാനാ? അണ്ണൻ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് 5-6 കള്ളം പറഞ്ഞ് ജനങ്ങളങ്ങ് വിശ്വസിച്ച്. ഇപ്പോൾ വോട്ടിട്ട് കൊടുത്ത് എല്ലാവരും 3G ആയി. അല്ലാണ്ട് എന്തോ പറയാനാ?